സോ നമ്മളുടെ 10ാമത്തെയും അവസാനത്തെയും മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇന്നത്തോടെ കൂടി നമ്മളുടെ ഈ ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ട്രെയിനിങ് അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെ റെസ്പോൺസ് ഈ 10 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, കണ്ടവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടോ ഉപകാരപ്പെട്ടില്ല എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അവസാനത്തെ ആ ഒരു മൊഡ്യൂളിലേക്ക് കടക്കാം. മൊഡ്യൂൾ 10 സക്സസ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. അതായത് നമ്മൾ വിജയം നേടുന്നത് മാത്രമല്ല യഥാർത്ഥ കാര്യമെന്ന് പറഞ്ഞത്. വിജയം നേടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഘടകങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്താണ് റെസ്പെക്റ്റ് ആൻഡ് മാനേഴ്സ്, ബഹുമാനവും മര്യാദയും. അതായത് ഒരാളോട് എപ്പോഴും വിനയത്തോട് പെരുമാറാൻ ശ്രമിക്കുക. ഒരിക്കലും ഈ ഹർഷയെ പെരുമാറരുത്. വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് അതൊക്കെ വലിച്ചെറിഞ്ഞ് ആളെ തല്ലാൻ വരുന്ന രൂപത്തിലൊരിക്കലും പെരുമാറാൻ പാടില്ല. ഓക്കെ, എപ്പോഴും ഒരാളെ കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നന്ദി പറയാൻ ശ്രമിക്കുക. അടുത്താണ് പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ പ്രൊഫഷണലിസം നോക്കിയാൽ മനസ്സിലാവും അവരെങ്ങനെയാണ് ഒരു ഓഫീസിൽ ബിഹേവ് ചെയ്യുന്നതെന്നും അവരെങ്ങനെയാണ് നല്ല രീതിയിൽ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നതും നോക്കാൻ സാധിക്കും. ഒന്നാമത്താണ് സമയം പാലിക്കുക, പഞ്ച്വാലിറ്റി. 10 മണിക്ക് മീറ്റിംഗ് പറഞ്ഞാൽ 10 മണിക്ക് എത്തുന്നൊരു ഇതുണ്ടായിരിക്കും. അതുപോലെ തന്നെ അടുത്താണ് വാഗ്ദാനങ്ങൾ പാലിക്കുക. അതായത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടാവുന്നതാണ്. ഇനി അടുത്താണ് ഇമോഷൻസ് നിയന്ത്രിക്കുക. ശരിയായ രീതിയിൽ നമുക്കിപ്പോൾ ഒരു സിറ്റുവേഷനിൽ ദേഷ്യമായിരിക്കാം, നമ്മുടെ ബോസിനോട് ദേഷ്യമായിരിക്കാം, പക്ഷെ പ്രൊഫഷണൽസ് ഒരിക്കലും ശരിയായ പ്രൊഫഷണൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, അപ്പം ദേഷ്യപ്പെടില്ല. തീർച്ചയായിട്ടും കടിച്ചു പിടിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽസ് എപ്പോഴും നല്ല രീതിയിൽ ഹൈലി മാനേഴ്സും റെസ്പെക്റ്റും കീപ്പ് ചെയ്യുന്നവരാണ്. അവരാണ് എപ്പോഴും പ്രൊഫഷണൽസ് എന്ന് ആക്ഷൻ തെറ്റാതെ വിളിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവരെ വിളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് അവരെപ്പോഴും അങ്ങനെയൊക്കെ പെരുമാറുക. അതുപോലെ നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ലോങ് ടൈം സക്സസ് ഹാബിറ്റ്സ്, എപ്പോഴും ഡിസിപ്ലിൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ഓരോ കാര്യത്തെ പറ്റിയിട്ടും. ലേണിംഗ് ഒരിക്കലും അവസാനിക്കുന്നില്ല. ലേണിംഗ് ഈസ് നെവർ സ്റ്റോപ്പ് എന്നുള്ളതാണ്. ഒരിക്കലും അവസാനിക്കില്ല, തുടർന്നുകൊണ്ടേയിരിക്കും ജീവിത അവസാനം വരെ. അതുപോലെ തന്നെ പേഷ്യൻസ് ആൻഡ് കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. അതായത് നിങ്ങളെപ്പോഴും ആൾക്കാരോട് ക്ഷമിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ക്ഷമിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും സ്ഥിരത പുലർത്തുക എന്നുള്ളതാണ് ഇവിടെ ലോങ് ടൈം സക്സസ് ഹാബിറ്റിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് നല്ല നല്ല ട്രെയിനിങ് വീഡിയോസുമായിട്ടും അതുപോലെ തന്നെ അല്ലാത്ത വീഡിയോസുമായിട്ടും വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും ഈ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. ഈ 10 വീഡിയോസും ഒരിക്കലും നിങ്ങൾ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇത് കാണുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നത് കൊണ്ടോ ഉണ്ടാവില്ല. അതുകൊണ്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ കീപ്പ് ഓൺ ട്രൈയിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.